കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി അറിയാനായിട്ട് കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. കേരളത്തിൽ എന്താണ് സംഭവിച്ച മാറ്റം, അല്ലെങ്കിൽ കേരളത്തിൽ അട്ടിമറി സംഭവിച്ചോ, പുതിയൊരു പാർട്ടി ഭരണത്തിൽ എത്തുമോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾക്ക് ഇനി വെറും ദിനങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ അതിനിടയിൽ തന്നെ ഇപ്പോഴും ചർച്ചകൾ വളരെ വലിയ തോതിൽ നടക്കുന്നുണ്ട്. ഈ പറയുന്ന തോതിൽ എന്താണ് സംഭവിക്കുന്നത്, ഏതൊക്കെ സീറ്റുകൾ തങ്ങൾക്ക് കിട്ടുമെന്നതിനെ കുറിച്ചൊക്കെയുള്ള സർവേ റിസൾട്ടുകൾ, അതോടൊപ്പം തന്നെ കണക്കുകളൊക്കെ തന്നെ ഓരോ പാർട്ടികളും സൂക്ഷ്മമായി പരിശോധിക്കുകയാണ്. അതിനിടയിൽ തന്നെ ഏറ്റവും അന്തിമഘട്ടത്തിലേക്ക് അടുക്കുമ്പോഴത്തേക്കും അന്തിമഘട്ട സർവേ റിസൾട്ട്, ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകൾ പുറത്തു വരുമ്പോഴത്തേക്കും, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള അന്തിമഘട്ട സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ തിരുവനന്തപുരം വട്ടിയൂർക്കാവ്. ഈ വട്ടിയൂർക്കാവിൽ ഇത്തവണ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങൾ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിൽ ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം തന്നെയാണ് വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. ഈ വട്ടിയൂർക്കാവിൽ എന്താണ് സംഭവിക്കാൻ പോകുന്ന മാറ്റം അല്ലെങ്കിൽ അട്ടിമറി എന്നതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഇത് ഒരു കടുത്ത ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലമാണ്. അത് LDF, UDF, BJP തമ്മിൽ നടക്കുന്ന കടുത്ത ത്രികോണ പോരാട്ടം. അതായത് വിജയിക്കുന്നത് ആരായാലും മൂന്നാം സ്ഥാനത്തെത്തുന്നത് ആരായാലും വളരെ ചുരുങ്ങിയ വോട്ടുകളുടെ ഡിഫറൻസ് ആയിരിക്കുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്ന സർവേ റിസൾട്ട് പ്രകാരം പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനായിട്ട് ഏറ്റവും വലിയ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് എന്നാണ് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇത് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഇതിൽ വിജയിക്കുന്നത് ആരായാലും തന്നെയും ഭൂരിപക്ഷം നന്നേ കുറവായിരിക്കുമെന്നും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. ഒന്നാം സ്ഥാനവും മൂന്നാം സ്ഥാനവും തമ്മിൽ വളരെ ചുരുങ്ങിയ വോട്ടിൻ്റെ ഡിഫറൻസ് മാത്രമായിരിക്കുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതുമാത്രമല്ല, നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കം നൽകിയിരിക്കുന്നത് BJPക്കാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നേരിയ തോതിലുള്ളൊരു മുൻതൂക്കം മാത്രമാണ് BJPക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ ഉള്ളതെന്ന് പറയുന്നത്. രണ്ടാം സ്ഥാനത്ത് തൊട്ടു പിന്നിൽ നിൽക്കുന്നത് LDF ആണ്. മൂന്നാം സ്ഥാനത്ത് അവിടെ UDF ആണ് നിൽക്കുന്നതെന്ന് പറയുന്നത്. പക്ഷേ എന്തും സംഭവിക്കാം. അതായത് മൂന്നാം സ്ഥാനവും ഒന്നാം സ്ഥാനവും നോക്കുമ്പോൾ പോലും വളരെ ചുരുങ്ങിയ ഡിഫറൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രവചനാതീതമാണ് വട്ടിയൂർക്കാവ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത്. വിജയസാധ്യത കണക്ക് നോക്കുമ്പോൾ പോലും അത് വളരെയധികം കൃത്യമായി പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ശതമാന കണക്ക് നോക്കുമ്പോൾ പോലും BJPയും അതോടൊപ്പം തന്നെ മൂന്നാം സ്ഥാനത്ത് നിലവിൽ സർവേ റിസൾട്ടിൽ കൊടുത്തിരിക്കുന്ന UDFും തമ്മിൽ വളരെ ചുരുങ്ങിയ ഡിഫറൻസ് മാത്രമാണ് കാണുന്നതെന്ന് പറയുന്നത്. ഏകദേശം 1%, 2% വ്യത്യാസം മാത്രമേ UDF, LDF, BJP തമ്മിൽ കാണുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. അതായത് എന്തും സംഭവിക്കുമെന്നുള്ളത് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതിൽ നിലവിലത്തെ സാഹചര്യത്തിൽ നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം BJPക്കാണ് എന്നത് എടുത്തു കാണിക്കുന്നു. പക്ഷേ വട്ടിയൂർക്കാവിൽ എന്തും സംഭവിക്കാമെന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കണക്കുകളിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, ഏറ്റവും കടുത്ത ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട മണ്ഡലം തന്നെയാണ് വട്ടിയൂർക്കാവ്. കാരണം ഒന്നാം സ്ഥാനവും മൂന്നാം സ്ഥാനവും തമ്മിൽ പോലും വളരെ ചുരുങ്ങിയ ഡിഫറൻസിൽ മാത്രമായിരിക്കും ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവുക എന്നുള്ളതും എടുത്തു കാണിക്കുന്നു. കണക്കുകളിൽ നിന്നും വ്യക്തമായി അത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയും വളരെ ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും അവിടെ നടക്കുന്നത്. പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ അന്തിമഘട്ടം വരെ, റിസൾട്ട് വരുന്ന അന്ന് അന്തിമഘട്ടം വരെ ഏറ്റവും കൂടുതൽ ട്വിസ്റ്റ് നിലനിൽക്കുന്ന ഒരു മണ്ഡലം തന്നെയായിരിക്കും വട്ടിയൂർക്കാവ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഇത് സർവേ റിസൾട്ടുകൾ മാത്രമാണ്. എന്താണൊരു റിയാലിറ്റി സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ എന്താണ് വിധി എഴുതിയിരിക്കുന്നത്, അത് ആർക്ക് അനുകൂലമാകും ആർക്ക് പ്രതികൂലമാകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. അത് BJPക്ക് അനുകൂലമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ, അതല്ല അത് UDFനോ അല്ലെങ്കിൽ LDFന് തന്നെ വീണ്ടും അനുകൂല ഘടകമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തലസ്ഥാന നഗരിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. 3 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും വളരെയധികം സ്വാധീനമുള്ളൊരു സ്ഥലം തന്നെയാണ്. ത്രികോണ പോരാട്ടം ഏറ്റവും വലിയ തോതിൽ കടുത്തതായി നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ
സർവേ റിസൾട്ട് പ്രകാരം നിലവിൽ നേരിയ തോതിലുള്ളൊരു മുൻതൂക്കം BJPക്ക്, തൊട്ടുപിന്നിൽ LDF, അതിൻ്റെതും തൊട്ടുപിന്നിൽ UDF 3-ാം സ്ഥാനത്ത്. പക്ഷേ ഈ 1-ാം സ്ഥാനവും 2-ാം സ്ഥാനവും 3-ാം സ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം വളരെ ചുരുങ്ങിയത് മാത്രമാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. 1%, 2% വ്യത്യാസത്തിൽ മാത്രമാണ് ആ ഒരു വിജയസാധ്യത കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും പ്രവചനാതീതമാണ് വട്ടിയൂർക്കാവ്. എന്ത് തരം അട്ടിമറിയാണ് വട്ടിയൂർക്കാവ് പോലുള്ള സ്ഥലത്ത് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ടത് അനിവാര്യം തന്നെയാണ്.